പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന്റെ വിജയത്തിൽ വിളത്തൂരിൽ LDF നേതൃത്വം സംഘടിപ്പിച്ച വിജയാഹ്ലാദ പ്രകടനത്തിൽ മുസ്ലിം ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി കൌൺസിലറുടെ വാഹനത്തിന്റെ സൈഡ് വിൻഡോ നശിപ്പിച്ചതായി പരാതി. വിളത്തൂർ സ്വദേശി തച്ചോടിയിൽ സുഹൈലിന്റെ താർ വാഹനത്തിന്റെ സൈഡ് വിൻഡോയാണ് LDF പ്രവർത്തകർ തകർത്തതായി ആരോപിക്കുന്നത്. വിജയാഹ്ലാദ റാലി കടന്നുപോകുന്ന വിളത്തൂർ ഹെൽത്ത് സെന്ററിന്റെ സമീപത്തായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്നത്. LDF റാലി കടന്നുപോയതിനു ശേഷമാണ് വാഹനത്തിന് പരിക്ക് സംഭവിച്ചതെന്നും റാലിക്ക് ശേഷം വാഹനത്തിന്റെ സമീപത്ത് കല്ലുകൾ കിടന്നിരുന്നതായും വാഹനമുടമ സുഹൈൽ പറഞ്ഞു. റാലിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ ചിലർ ഉണ്ടായിരുന്നതായും സുഹൈൽ ആരോപിച്ചു. വാഹനം ഇന്നലെ ഞാൻ ഈ ജാഥയുടെ ഒരു 5 മിനിറ്റ് മുമ്പാണ് അവിടെ കൊണ്ടുവന്നത്. അത് നിയമപാലകർ പിന്നെ CCTV ഒക്കെ പരിശോധിച്ചറിയാം അത് എപ്പോഴാണ് പൊട്ടിയതെന്നുള്ളതും. കാരണം അതിൻ്റെ മുമ്പേ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നതൊക്കെ CCTVയിലുണ്ട്. അപ്പോൾ ആ ഗ്ലാസ് പൊട്ടിക്കണമെന്നും അറിയാം, നിയമപാലകർക്ക് കണ്ടാലറിയാം. ഇതെന്താ വെച്ചാൽ 5 മിനിറ്റ് ആയിട്ടുള്ളൂ അവിടെ വണ്ടി നിർത്തിയിട്ട്. അവരാ ഈ റാലിയിൽ നമ്മൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ വീഡിയോ ഞങ്ങൾക്ക് കണ്ടറിയാം, നമ്മൾ പരിചയമില്ലാത്ത 2-3 ആളുകൾ അതിലുണ്ട്. അവർ മുഖം മൊത്തത്തിൽ ചുറ്റി കെട്ടിയിട്ടുണ്ട്. അത് ഈ CCTVനെ പേടിച്ചിട്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരാണ് നമുക്കറിയാം, പക്ഷേ നമ്മളെ നാട്ടുകാരെ ചെയ്യൂല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് നിയന്ത്രിക്കേണ്ട ഇവിടുത്തെ CPM ആയിരുന്നു. ഒരു ജാഥ നടക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്വം ആ പാർട്ടിക്കാണ്, ഏത് പാർട്ടിയാണെങ്കിൽ. അപ്പോൾ അത്രക്ക് ഈ മുഖം മൂടിയിട്ട് 2-3-4 ആൾ അതിലുണ്ടായിരുന്നു. അത് ഇവിടുത്തെ CPM-കാരനെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഞാനവിടെ വണ്ടി നിർത്താൻ കാരണം വെളുത്തൂരല്ലേ, പല പ്രകടനങ്ങളും നടന്നതാണ്. ഇതുവരെ നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ഒരാളെ കാറ്റ് പോലും ഒഴിച്ചിട്ടില്ല ഇന്നവരെ. അപ്പോൾ ആ ഒരു ധൈര്യത്തിനാണ് വണ്ടി ഞാൻ അവിടെ സൈഡാക്കി നിർത്തിയത്. സംഭവത്തിൽ സുഹൈൽ തച്ചോടി കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ മതരാഷ്ട്രീയ സംഘടനകളുടെ പരിപാടികൾ നടക്കാറുള്ള വിളത്തൂരിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമാണെന്നും നാടിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന പ്രവൃത്തിയാണിതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളൊക്കെ പ്രകടനങ്ങളും ജാഥകളൊക്കെ നടത്താൻ പതിവുണ്ട്. ഞങ്ങളുടെ വിളത്തൂര് എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നൊരു മണ്ണാണ്. നാളെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനയോ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് ഇവിടെ പരസ്പരം കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ട് വിളത്തൂർ ഹെൽത്ത് സെൻറ്റർ ഭാഗത്തിൽ നിന്നും ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു സൈഡിൽ ഈ വാഹനം സുഹൈൽ സാഹിബിൻ്റെ ഈ വാഹനം നിർത്തിയിടുകയും കുറച്ച് നേരം അതിലൂടെ വലിയ DJയും കൊട്ടും പാട്ടും വലിയ ശബ്ദ കോലാഹലങ്ങളായി ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ LDFൻ്റെ നേതൃത്വത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം അതിൽ കടന്നു പോയ ഉടനെയാണ് ഈ ഒരു വണ്ടിയുടെ സൈഡിലെ ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ സംശയിക്കുന്നു ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ നിന്നാണ്, അതിൽ നിന്നുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആരോ ചെയ്ത ഒരു നീച പ്രവൃത്തി അക്രമമാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു. ഒരു വണ്ടിയുടെ സൈഡ് ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചു എന്നതിനപ്പുറം ഈ നാടിൻ്റെ സമാധാനം അന്തരീക്ഷം ഭംഗം വരുത്തുന്ന രീതിയിലാണ് ഇന്നലത്തെ പ്രവൃത്തി നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ CPM-ൻ്റെ നേതൃത്വം ഈ ഒരു ചെയ്തി നിങ്ങളുടെ ജാഥയിൽ അംഗങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജാഥയിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആരെങ്കിലും ക്രിമിനലുകൾ കയറിക്കൂടി നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി ഗൗരവമായി എടുക്കുകയും ഇത്തരം ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു കാര്യം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.